അത് ഞാൻ നോട്ടീസ് അയച്ചിട്ടുണ്ട്, ഞാൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ട്. വക്കീൽ അത് പുള്ളി സമനില തെറ്റിപ്പോയി ഇത്രയും കാര്യങ്ങൾ പറയേണ്ടി വന്നപ്പോൾ, സമ്മതിക്കേണ്ടി വന്നപ്പോൾ ഇതുവരെ പറയാത്ത കാര്യങ്ങൾ പറയുകയാണ്. എന്താണ് ഞാൻ മോർഫിംഗ് നടത്തി, ഇത് പറയണതിനൊരു ഔചിത്യം വേണ്ടേ? ഞാൻ അശ്ലീല വീഡിയോ ഉണ്ടാക്കി മോർഫിംഗ് നടത്തി എൻ്റെ ജോലിയാണ്. ഒറിജിനൽ പടം പുറത്തു വിട്ടല്ലോ. കോൺഗ്രസിന്റെ സ്പോക്സ് പേഴ്സൺ ചാനൽ ചർച്ചയിൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്പോക്സ് പേഴ്സൺ പുറത്തുവിട്ടല്ലോ ഒറിജിനൽ ചിത്രം, കണ്ടില്ലേ? ഔദ്യോഗികമായി പുറത്തുവിട്ട്. പിന്നെന്താ ഇനി മോർഫ് ചെയ്ത ചിത്രം ഉണ്ടെങ്കിൽ മോർഫ് ചെയ്ത ആളുകൾക്കെതിരെ കേസ് എടുത്തോട്ടെ. അതൊക്കെ പുതിയ സ്ഥാനാർത്ഥികൾ വരുന്നതിന് മുമ്പ് എടുത്തിരിക്കുന്ന സർവേയും കാര്യങ്ങളൊക്കെയാണ്. ഞങ്ങൾ 20-ൽ 20 സീറ്റും ജയിക്കും. കഴിഞ്ഞ പ്രാവശ്യം മാതൃഭൂമി പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ തോക്കുമെന്ന് പറഞ്ഞ സ്ഥലത്ത് ഞങ്ങൾ ജയിച്ചിട്ടുണ്ടായിരുന്നു. അല്ല, ഞാൻ വളരെ കുറച്ച് ജനപിന്തുണയുള്ള ഒരാളാണ്. അപ്പം അത്രയല്ലേ വരുള്ളൂ. ഒരു കാര്യം കൂടി, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഇന്ന് 22-ാം തീയതിയാണ്. ഇന്ന് കഴിഞ്ഞാൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഒരു ബില്ലും സമർപ്പിക്കാൻ പറ്റില്ല ട്രഷറിയിൽ. നാളെ മുതൽ അവർ സമർപ്പിക്കുന്ന ബില്ലെല്ലാം ക്യൂവിലാവും. ഇന്നലെയാണ് ഈ ഉത്തരവിറങ്ങിയത്. ഇന്നലെ ഈ ഉത്തരവിറങ്ങിയതിന് ശേഷം ഇന്ന് ബില്ല് സമർപ്പിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ സോഫ്റ്റ്വെയർ കേടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ സംസ്ഥാന ഗവൺമെൻറ് കഴുത്ത് ഞെരിച്ച് കൊല്ലുകയാണ്. നിങ്ങൾ കേട്ടോ, 2ാം ഗഡു കൊടുക്കേണ്ടത് ഓഗസ്റ്റ് മാസത്തിലായിരുന്നു. അത് കൊടുത്തത് ഡിസംബറിലാണ്. അത് മുഴുവൻ കൊടുത്തില്ല, കുറച്ച് കൊടുത്തു. ആ കൊടുത്ത തുക ട്രഷറിയിൽ നിന്ന് പാസ്സായി കിട്ടിയില്ല. കാരണം ട്രഷറിയിൽ 5 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ചെക്ക് പാസ്സാവില്ലായിരുന്നു കുറേ നാൾ. 50,000 രൂപയ്ക്ക് മീതെയുള്ള ചെക്ക് പാസ്സാവില്ലായിരുന്നു. കുറേ നാൾ 1 ലക്ഷം രൂപയ്ക്ക് മീതെയുള്ള ചെക്ക് പാസ്സാവില്ലായിരുന്നു. അപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഓഗസ്റ്റിൽ കൊടുക്കേണ്ട 2ാം ഗഡു കൊടുത്തിട്ട് ആ 2ാം ഗഡു ഡിസംബറിൽ കൊടുത്തിട്ട് അതുപോലും കഴിഞ്ഞ 2-3 മാസമായിട്ട് പാസ്സാകുന്നില്ല. പഞ്ചായത്തിൽ പുല്ല് വെട്ടി അതിൻ്റെ കാശ് കൊടുക്കാൻ പറ്റുന്നില്ല. പഞ്ചായത്തിൽ ഓട പണിതാൽ അതിൻ്റെ കാശ് കൊടുക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇപ്പോൾ 3ാം ഗഡു കൊടുക്കേണ്ടത് ഡിസംബറിൽ കൊടുക്കേണ്ടതാണ്. അത് ഇന്ന് വരെ കൊടുത്തിട്ടില്ല. ഇന്ന് കഴിഞ്ഞ് പൈസ കിട്ടിക്കഴിഞ്ഞിട്ട് എന്താ കാര്യം? ബില്ല് പാസ്സാവില്ല, ബില്ല് മാറില്ല. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ 2ാം ഗഡുവും 3ാം ഗഡുവും ഇല്ലാതെ ട്രഷറി ബാനാണ് യഥാർത്ഥത്തിൽ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ മുഴുവൻ ഇവർ തകർത്ത് തരിപ്പണമാക്കി. ഇവരുടെ കയ്യിൽ പണമില്ല. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതുപോലെ 2ാം ഗഡുവും 3ാം ഗഡുവും ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്റ്റേജിൽ കേരളത്തിലെ ലോക്കൽ ബോഡികൾ എത്തിയിട്ടില്ല. ലോക്കൽ ബോഡികൾ അധികാര വികേന്ദ്രീകരണം നടത്തിയതിന് ശേഷം ഏറ്റവും കൂടുതൽ സംസ്ഥാന ഗവൺമെൻറ് ലോക്കൽ ബോഡികളെ ദ്രോഹിച്ച വർഷമാണ്. UDF ഗവൺമെൻറ് ഉണ്ടാകുമ്പോൾ രാത്രി മാർച്ച് 31-ാം തീയതി രാത്രി പുലരുന്നത് വരെ ബില്ല്, ട്രഷറിയിലെ ബില്ല് സ്വീകരിക്കുമായിരുന്നു. ഇനിയിപ്പോൾ നാളെ മുതൽ ക്യൂ ബില്ലാണ് എല്ലാം. ഇന്ന് കൊടുക്കാൻ പറ്റുന്നില്ല, ബില്ല് കൊടുക്കാൻ പറ്റുന്നില്ല, നാളെ മുതൽ കൊടുക്കാൻ പറ്റില്ല എന്നും പറഞ്ഞ് ഇന്നലെ ഉത്തരവിറക്കിയിരിക്കുന്നു. പണം കൊടുക്കുന്നില്ല. 1/3 പണമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ വർഷം കൊടുക്കേണ്ടതിൻ്റെ പണം യഥാർത്ഥത്തിൽ കിട്ടിയിരിക്കുന്നു. 2ാം ഗഡു കിട്ടി, കുറേ തുക കിട്ടിയെങ്കിലും അത് ഇഫക്റ്റീവായില്ല, ചെക്ക് മാറാൻ പറ്റാത്തതുകൊണ്ട്. നമ്മൾ പറയുമല്ലോ ജാതകത്തിൽ രാജയോഗം ഉണ്ടെന്ന് പറയും. ഭയങ്കര സന്തോഷവും 3-4 പേജ് വായിച്ചു കഴിയുമ്പോൾ പറയും രാജയോഗം അനുഭവിക്കാൻ യോഗമില്ലെന്ന് എന്ന് പറഞ്ഞതുപോലെ പണം കൊടുത്തു, പക്ഷെ പണം ട്രഷറിയിൽ നിന്ന് മാറിക്കിട്ടാത്ത സ്ഥിതിയിലാണ്. ഒരു ചരിത്രത്തിലില്ലാത്ത തരത്തിലാണ്. അത്രയും കഴിവുകെട്ട ഗവൺമെൻറ്റായി ഇത് മാറിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ ഇവർ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. എത്ര മാസത്തെ പെൻഷനാണ് കൊടുക്കാനുള്ളത്? 55 ലക്ഷം പേർക്ക്. എത്ര ജീവനക്കാർക്ക് കൊടുക്കാനുള്ള തുക എത്രയാണ്? ക്ഷേമനിധികൾ മുഴുവൻ കേരളത്തിലെ മുഴുവൻ തകർന്ന് തരിപ്പണമാക്കി. കേരളത്തെ ഇവർ തകർത്തു. ലോക്കൽ ബോഡി എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണത്തെ പണം കൊടുക്കാതെ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ഇവർ കഴുത്ത് ഞെരിച്ച് കൊല്ലുക.